പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ ഗോൺസാൽവോ ഗാർസിയായുടെ തിരുനാൾ തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നു. ഭാരതത്തിൻ്റെ പുത്രനായ ഗോൺസാൽവോ ഗ്രാസിയ മുംബൈയിലാണ് ജനിച്ചത്. ജെസ്യൂട്ട് കോളേജിൽ പഠനം നടത്തി. പിന്നീട് ജെസ്യൂട്ടുകാരുടെ ഒപ്പം കൂടി ഫിലിപ്പീൻസിലെ മനിലയിൽ ജെസ്യൂട്ട് ഹൗസിൽ സേവനം ചെയ്തു. മാർക്കറ്റിൽ പോയിരുന്ന അദ്ദേഹമാണ് നല്ല രീതിയിൽ അദ്ദേഹം ഫിലിപ്പീൻ സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ഫിലിപ്പോനോയുടെ കൂടെ എണ്ണപ്പെട്ടു. ഫ്രാൻസിസ്കൻ മിഷണറിമാരവിടെ എത്തിയപ്പോൾ അവരോടൊപ്പം കൂടിയ ഗോൺസാൽവോ ഗാർസിയും ഏകദേശം 26 സഹോദരന്മാരെയും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയാക്കിക്കൊണ്ട കുരിശിലേറ്റി. ജപ്പാനിൽ ക്രൂശിക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗമാണ് ഗോൺസാൽവോ ഗാർസിയും കൂട്ടുകാരും. മനിലയിൽ നിന്ന് അവർ ജപ്പാനിലെത്തുമ്പോഴാണ് മിഷണറിമാരായി എത്തിയവരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുക. ഇന്നത്തെ വചനത്തിലൂടെ കർത്താവെ, നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ ഇടയാകുന്നത് പല വ്യക്തികളുടെയും ഇടപെടലുകളാണ്. ഇന്ന് സ്നാപയോഹന്നാൻ്റെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ പ്രതികാര വാഞ്ഛന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിശ്വസ്തയായ സ്ത്രീ തൻ്റെ ധാർമ്മിക ജീവിതത്തിലെ അധംപതനം, അവളുടെ അത്യാഗ്രഹവും പ്രതികാരവാഞ്ഛനയും, അതോടൊപ്പം ഒരമ്മയ്ക്ക് ചേരാത്ത സ്വഭാവം തൻ്റെ മകളെ തിന്മയിലേക്ക് നയിക്കുന്ന അമ്മയുടെ പ്രതികാരം, ഇതെല്ലാമാണ് സലോമയുടെ അമ്മയിൽ കാണാനായിട്ട് സാധിക്കുക. ഹെറോദേസിൻ്റെ സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യയെ തട്ടിയെടുക്കുന്നത് ശരിയല്ല എന്ന് ശക്തമായി പ്രതികരിച്ച സ്നാപയോഹന്നാനെ കൊല്ലുവാനായിട്ട് മുൻകൈയെടുത്തുകൊണ്ട് പ്രതികാരത്തോടുകൂടി അവൻ്റെ ശിരച്ഛേദം ചെയ്തു വാങ്ങുന്ന സലോമിയും അമ്മയും നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു മാതൃകയാണ്. ഒരു കാര്യം നാം അറിയണം, നാം ചെയ്യുന്ന പാപങ്ങളൊക്കെ നമ്മെ വേട്ടയാടും. പാപത്തിൻ്റെ പരിണിതഫലം ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. സത്യത്തിന് നീതിക്കും വേണ്ടി നിലനിൽക്കുന്നവരുടെ നാമം എന്നും എഴുതപ്പെടുമെന്ന് സ്നാപയോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈശോയെ, ഇന്നത്തെ ഈ തിരുനാളിൽ വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ ശിരച്ഛേദത്തെക്കുറിച്ചും ഗോൺസാൽവോ ഗാർസിയയും സഹോദരന്മാരുടെ രക്തസാക്ഷ്യത്തെക്കുറിച്ചും ഞങ്ങൾ ഓർക്കുമ്പോൾ അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ എത്രയോ മാത്രം അങ്ങ് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ കൃപ നൽകും. എന്നാൽ ഈ വിശ്വാസ ജീവിതം അനുഭവിക്കുവാൻ കഴിയാതെ, ജീവിക്കുവാൻ കഴിയാതെ എത്രയോ പേരുണ്ടെന്നുള്ള സത്യം പലപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ ഈ ഓർമ്മപ്പെടുത്തലുകളെ ഇതാ കർത്താവെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയുടെ പിന്നാലെ കുരിശുമെടുത്തുകൊണ്ട് യാത്ര ചെയ്യേണ്ടവരാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഈ ദിനം നിൻ്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.